ഷാജിദ ഷാജി ഇന്ന് ചെയ്തത് കണ്ടു. നിരന്തരമായി ഷാജിദയെ അവഹേളിച്ചുകൊണ്ടിരിക്കുന്ന ഷെരീഫ് എന്ന് പറയുന്ന യൂട്യൂബറുടെ വീട്ടിലേക്ക് കയറിച്ചെന്ന് നിന്റെ ഭാര്യയുടെ തുണി അഴിച്ചിട്ട വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഇതിനേക്കാളും റീച്ചുണ്ടാകുമെന്നുള്ള കാര്യം വെളിപ്പെടുത്തി കൊടുത്തു. അല്ലെങ്കിലും നോക്കൂ, ഷാജിദ ഷാജിയുടെ ഉമ്മയുമായുള്ള പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പോൾ ഷാജിദയ്ക്ക് നേരെ ഒട്ടേറെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ തിരിഞ്ഞത്. ആ കാര്യങ്ങളെല്ലാം കെട്ടടങ്ങിയതിന് ശേഷം പിന്നീട് ഇവർ വീണ്ടും ഓരോ തരത്തിൽ ഷാജിദയെ അപമാനിച്ചു പരിഹസിച്ചുമുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഗതികെട്ട് ഷാജിദ ഇത്തരത്തിലുള്ള കാര്യം ചെയ്തത്. കൂടാതെ ഷെരീഫ് എന്ന ഈ യുവാവ് തൻ്റെ വീട്ടിലേക്ക് വരുവാൻ ഷാജിദ ഷാജിയെ വെല്ലുവിളിച്ചു എന്നൊക്കെ കേൾക്കുന്നു. ഒരു കാര്യം മനസ്സിലാക്കുക, ഷാജിദ ഷാജി 1-2 ആങ്ങളന്മാരുള്ള ഒരു പെണ്ണാണെങ്കിൽ, അല്ലെങ്കിൽ ഭർത്താവ് ജീവിച്ചിരിക്കുന്ന ഒരു യുവതിയാണെങ്കിൽ നിങ്ങളൊരിക്കലും ഇത്തരത്തിൽ സാമൂഹ്യ മധ്യത്തിൽ ഒരു പെണ്ണിനെ ഇത്തരത്തിൽ അപമാനിക്കുകയില്ല. നിസ്സഹായയായ ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രമാണ് ഇയാളെപ്പോലുള്ള പലരും ഇത്തരത്തിൽ റീച്ചിനു വേണ്ടി ഷാജിദ ഷാജിയെ കരുവാക്കുന്നത്. അത് അവരുടെ മക്കളുടെയും അവളുടെയും ഭാവി പോലും ആലോചിക്കാതെയാണ്. കോമാളിത്തരങ്ങളും യാതൊരു കയമ്പുമില്ലാത്ത കാര്യങ്ങളും പറഞ്ഞ് വെറുതെ മനുഷ്യരെ പൊട്ടിച്ചിരിപ്പിക്കുവാൻ വേണ്ടി ഓരോരോ ഊളത്തരങ്ങളുമായി ഇവർ ഇറങ്ങുന്നത്. കൂടാതെ ഷാജിദ ഷാജി എന്ന സ്ത്രീയെ മുഖത്ത് നോക്കി വേശ്യ എന്നും സ്വന്തം വീട്ടിൽ നിന്ന് ഈ മാന്യദ്ദേഹം പറഞ്ഞു. ഒരു പൊടിക്കും വിട്ടുകൊടുക്കാതെ ഷാജിദയും ഒട്ടേറെ തെറികളാണ് വീട്ടുകാരെ അടക്കം പറഞ്ഞത്. എന്തിനു വേണ്ടി സ്വയം ജീവിതത്തിൽ ഇത്തരത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു ചിലർ. ആരെങ്കിലും എങ്ങനെയെങ്കിലും ജീവിച്ചു പോകുന്നതിൽ എന്താണ് ഇവർക്കെല്ലാം വലിയ നഷ്ടം വരുത്തുന്നത്? വേശ്യകളും ഭൂമിയിൽ ജീവിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ അവരുടെ എന്തെങ്കിലും കാര്യത്തിൽ കൈകടത്താൻ ഇതുവരെ ശ്രമിച്ചിട്ടുണ്ടോ? പിന്നീട് എന്തിനു വേണ്ടി 5 മക്കളെ പോറ്റുവാൻ വേണ്ടി യൂട്യൂബിൽ വന്ന ഷാജിദ ഷാജിയെ ഇത്തരത്തിൽ അപമാനത്തിലാക്കുന്നു. ദയവായി ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിട്ടേക്കുക. അല്ലെങ്കിൽ ഇതുപോലെ എല്ലാവരുടെ ജീവിതത്തിലും പ്രയാസങ്ങൾ വന്നു ചേരും. നിങ്ങൾ ഓരോ തരത്തിൽ മറ്റുള്ളവരെ അപമാനിക്കുമ്പോൾ അത് അവർ കാണുമ്പോൾ തീർച്ചയായും അതവർക്കൊരിക്കലും രസിക്കില്ലല്ലോ. ഒന്നോർത്ത് നോക്കൂ, നിങ്ങളെയാണ് ആരെങ്കിലും ഇത്തരത്തിൽ അവഹേളിക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് സഹിക്കാനാകുമോ? നശിക്കണ്ട, ദുഷിക്കണ്ട, നാക്കൊന്ന് സൂക്ഷിക്കണം. നടിനങ്ങളില്ലാതെ നമ്മൾ നല്ലവരായി ജീവിക്കണം. ഇവനാണ് എന്നെ കുറിച്ച് വീഡിയോസ് ഇട്ടത്. ഇവനാണ്. ആ സ്റ്റേഷനിൽ എത്ര പേര് കേറിയെന്ന് നോക്കി. സ്റ്റേഷനിൽ എത്ര പേര്, കോടതിയിൽ എത്ര പേര് കേറിയിട്ടുണ്ട് നീ ചോദിക്കും. സ്റ്റേഷനിൽ എത്ര പേര് ഓ മണ്ണാർക്കാട് ഇത്രയും ആൾക്കാർ സബ്സ്ക്രൈബറാണ്. എന്റെ ആൾക്കാരാണ്. നീ അങ്ങോട്ട് ടൗണിലേക്ക് വാ. നീ ടൗണിലേക്ക് വാ. പട്ടി പറ്റോ? അത് ഞാൻ പറഞ്ഞു. നീ 2 പറ്റിട്ടുണ്ടല്ലോ. നീ 2 പെണ്ണുങ്ങളും പറ്റിട്ടുണ്ടോ? എടാ അത് എന്റെ ഇഷ്ടമാണ്. അത് മാറി, അത് എന്റെ ഇഷ്ടമാണ്. ഞാൻ എന്താണ് കണ്ടില്ലേ മലമ്പുറത്ത് നായിന്റെ മോളേന്ന്. ഞാൻ എന്താ പറഞ്ഞത്? നിന്റെ കെട്ടിയാല് ചെയ്യണതോ? മൊബൈൽ എടുത്ത് നോക്കടി. മൊബൈൽ എടുത്ത് നോക്കടി. ഇങ്ങനെ തിന്നണത് തീട്ടം തിന്നടി നല്ലതേ. ഇങ്ങനെ കെട്ടിയോ കൊടുത്ത് തിന്നണ തീട്ടം തിന്നാൻ നല്ലതേ. എന്റെ വീട്ടിൽ വാടി പറഞ്ഞിട്ട് മെസ്സേജ് നോക്ക്. വാടി പറഞ്ഞിട്ട് ഇവൻ വിളിച്ചതാണ്. പറയില്ലേ, നിന്റെ കെട്ടിയോ മാന്യത ഉള്ളവനാണെങ്കിൽ മാന്യതയിൽ സംസാരിക്കും. നിന്റെ കെട്ടിയോ തോന്നിയവാസിയാണെങ്കിൽ ആ തോന്നിയ പോലെ തന്നെ സംസാരിക്കുള്ളൂ. മകനെ അടിപൊളിയായിട്ട് വളർത്തി വെച്ചിട്ടുണ്ട്. കണ്ട പെണ്ണുകൾ നെഞ്ഞത്ത് കയറാൻ വന്നിട്ട് നീ കല്ലട മോനെ മൈര, നീ കല്ലട പെണ്ണുങ്ങളുടെ